നമസ്കാരം. നമസ്കാരം. വനിതാ സംഗമത്തിനാണെന്ന് ആലപ്പുഴ പൂച്ചാക്കലെത്തിയത്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയാൻ പറ്റുന്നത്? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIയുടെ 25ാമത് പാർട്ടി കോൺഗ്രസ് സെപ്റ്റംബർ മാസം 21 മുതൽ 25 വരെ പഞ്ചാബിലെ ചണ്ഡീഗഡിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായി ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാനങ്ങളിലെ സമ്മേളനങ്ങൾ, ആ സംസ്ഥാനത്തിൻ്റെ സമ്മേളനത്തിന് മുന്നോടിയായുള്ള ജില്ലാ സമ്മേളനം, അതിനു മുന്നോടിയായുള്ള മണ്ഡലം സമ്മേളനങ്ങൾ, ലോക്കൽ സമ്മേളനങ്ങൾ, ബ്രാഞ്ച് സമ്മേളനങ്ങൾ, അപ്പോൾ ഈ സമ്മേളനങ്ങളെല്ലാം നടന്നു വന്ന് ഇപ്പം സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ മാസം ഇവിടെ നടക്കുകയാണ്. അതിൻ്റെ ആലപ്പുഴയിലാണ് നടക്കുന്നത്. അതിൻ്റെ മുന്നോടിയായുള്ള ഒരു വനിതാ സംഗമമാണ് ഇന്ന് നടന്നത്. അപ്പം അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നത്. ഒരു നല്ല പ്രാതിനിധ്യത്തോടെയുള്ള സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരുടെയും പങ്കാളിത്തമുണ്ടായിരുന്ന ഒരു പരിപാടിയായിരുന്നു. ഈ കുറേ നാളുകളായിട്ട് നമ്മൾ ഇത്രയും വനിതാ സംഗമങ്ങളുടെ ഒരു ആവശ്യകത ശരിക്കും ഉണ്ടോ? ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ടല്ലോ, കഴിഞ്ഞ 10-11 വർഷക്കാലമായി നമ്മുടെ രാജ്യത്ത് ഫാസിസ്റ്റ് ശക്തികളാണ് അധികാരത്തിലിരിക്കുന്നത്. ആ ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിലുമ്പം നമ്മൾക്കറിയാം 2014 മുതൽ 2014 നരേന്ദ്രമോദി ഗവൺമെൻറ് RSS BJP അധികാരത്തിൽ വന്നപ്പോൾ തന്നെ CPI ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ ഞങ്ങൾ പറഞ്ഞു ഇത് ഒരു സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് നടന്ന് ഒരു റെജീം ചേഞ്ച് ഉണ്ടാവുന്നു, അതുപോലെയല്ല ഈ തെരഞ്ഞെടുപ്പും ഇതിൻ്റെ തുടർന്നുള്ള ഈ ഒരു റെജീം ചേഞ്ചും വന്നിരിക്കരുത്. ഇത് രാജ്യത്തിൻ്റെ ഭരണഘടനയെ തന്നെ മാറ്റിമറിക്കാൻ പരിശ്രമിക്കുന്ന ഒരു ഗവൺമെൻറ് ആയിരിക്കും ഇതെന്ന് ഞങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റാണത്. ആ സ്റ്റേറ്റ്മെൻറ്റും ആ വിലയിരുത്തലും CPIയുടെ ആ വിലയിരുത്തൽ ശരിയാണ് എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് പിന്നീട് ഇങ്ങോട്ട് നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ, അതിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളെ, ഈ രാജ്യത്തിൻ്റെ ക്യാരക്ടർ ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, അതെന്ന് പറഞ്ഞൊരു വെൽഫെയർ സ്റ്റേറ്റാണ്. നമ്മുടെ ഭരണഘടന ഇതൊരു സെക്യുലർ സ്റ്റേറ്റ് എന്ന് പറയുന്നു. സെക്യുലർ, ഡെമോക്രാറ്റിക്, സെക്യുലർ ആൻഡ് സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് എന്ന് ഇത് കൺട്രി എന്ന് പറയുന്നത്. അപ്പം അത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. അതല്ലാതെ വി ദ ഹിന്ദുസ് ഓഫ് ഇന്ത്യ എന്നോ, വി ദ മുസ്ലിംസ് ഓഫ് ഇന്ത്യ എന്നോ, അല്ലെങ്കിൽ വി ദ ക്രിസ്ത്യൻസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞല്ല, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, ജാതി മത ലിംഗ ഭേദമന്യേ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടനയെ അതിൻ്റെ മേൽ അങ്ങേയറ്റത്തെ കടന്നാക്രമണങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വനിതാ സംഗമം CPIയുടെ കേരള ഘടകത്തിൻ്റെ സംസ്ഥാന സമ്മേളനത്തോട് മുന്നോടിയായി നടക്കുക. അപ്പോൾ ഇത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സ്ത്രീകളെ സംബന്ധിച്ച് വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള ഒന്നാണ്. കാരണം സ്ത്രീകളുടെ അവകാശങ്ങൾ ഓരോന്നോരോന്നായി പിച്ചി ചീന്തുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്, മുമ്പ് എന്നത്തേക്കാൾ ഉപരിമാണ്. അപ്പോൾ സ്വാഭാവികമായും സ്ത്രീകളെ ഇതിൻ്റെ അക്കാര്യങ്ങൾ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തേണ്ടത്, അവരുടെ അറിവുകളെ കൂടുതൽ ദൃഢപ്പെടുത്തേണ്ടത്, അതിനനുസരിച്ച് ഇതിനെ ചെറുത്തു തോൽപ്പിക്കുന്നതിന് സ്ത്രീകളുടെ ഒരു ഡിഗ്നിറ്റി, സ്ത്രീകളുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ, സ്ത്രീകളുടെ ഒരു സെൽഫ്, അതിനെ എല്ലാം സേഫ് ഗാർഡ് ചെയ്യുന്നതിന് വേണ്ടി അവരെ തന്നെ തയ്യാറാക്കുകയും അതോടൊപ്പം തന്നെ അതിനെ എതിരായി നിൽക്കുന്ന ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ പോരാട്ടം സംഘടിപ്പിക്കുന്നതിന് അവരെ കൂടുതൽ സജ്ജമാക്കുക എന്നുള്ളത് കൂടി ഇത്തരം സംഗമങ്ങളിലൂടെ സാധ്യമാകുന്നു. അതുകൊണ്ട് ഇന്ന് മറ്റെന്നത്തേക്കാൾ ഉപരി ഇത്തരം വനിതാ സംഗമങ്ങൾ അനിവാര്യമാണ്. പക്ഷെ നമ്മളുടെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ ദുർബലമാകുന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ടല്ലേ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വീണ്ടും വരുന്നത്? അല്ല, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നിങ്ങൾ വെറും വോട്ടിൻ്റെ ശതമാനം നോക്കിയാൽ ഒരു ഇപ്പം 400 പാർ എന്ന് പറഞ്ഞാൽ 400-ന് മേലെ സീറ്റുകൾ നേടുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി പോലും എത്തുന്നതിൽ വലിയ പ്രയാസപ്പെട്ട ഒരു സാഹചര്യം. അത് കാണിക്കുന്നത് എന്താണ്, അത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഇത്തരം കൂട്ടായ്മകൾ അല്ലെങ്കിൽ ഇത്തരം സംഗമങ്ങൾ ആ ഒരു ഫാസിസ്റ്റിൻ്റെ അജണ്ട, ആ ഒരു 400 പാർ എന്നുള്ള ആ ലക്ഷ്യത്തെ തടുക്കുന്നതിൽ സഹായിച്ചു എന്നുള്ളതല്ലേ. അപ്പം ഇത് അങ്ങനെ ലക്ഷ്യം കാണുന്നില്ല എന്നുള്ളത് അല്ല, ലക്ഷ്യം കാണുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങൾ പലപ്പോഴും ദുർബലമാകുകയാണ് അല്ലേ? പ്രതിരോധ പ്രവർത്തനങ്ങൾ ദുർബലമാകുന്നു എന്ന് പറയുമ്പോൾ
ഒന്ന് നമ്മുടെ ഇപ്പം സമീപ ദിവസങ്ങളിലാണ് അടിയന്തരാവസ്ഥയുടെ വലിയ വാർഷിക എല്ലാവരും ആഘോഷിക്കുകയാണ് അത് പരിപാടികൾ നടന്നത്. അതിന് ഇന്ദിരാഗാന്ധി ആഘോഷമാണ്, എല്ലാ വർഷവും ആഘോഷമായിട്ടാണ്. അപ്പോൾ അത് കൊണ്ടാടുക എന്ന് പറഞ്ഞാൽ അതിനെ എതിർത്തുകൊണ്ട് അത് ഇന്ത്യയുടെ എന്താണ് ഹ്യൂമൻ റൈറ്റ്സിനെ അതിനെതിരായിട്ടുള്ളൊരു കടന്നാക്രമണം വരുന്നു ഭരണകൂടത്തിൻ്റെ എന്നുള്ള ഒരു ഇതാണല്ലോ. അന്ന് അത് അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് അതിനേക്കാൾ ഭയാനകമായ രീതിയിൽ നമ്മളുടെ മനുഷ്യാവകാശങ്ങൾ മുഴുവനും തന്നെ അത് നമ്മൾ ഉടുക്കുന്ന വസ്ത്രമായിരുന്നാലും കഴിക്കുന്ന ഭക്ഷണമായിരുന്നാലും വായിക്കുന്ന പുസ്തകമായിരുന്നാലും എഴുതുന്ന കഥയോ കവിതയോ ആയിരുന്നാലും കാണുന്ന സിനിമയായിരുന്നാലും പുറത്തിറങ്ങുന്ന സമയമായിരുന്നാലും ഒക്കെ തന്നെ നമ്മളെ നിയന്ത്രിക്കുന്ന നമ്മളെ മോണിറ്റർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിങ്ങനെ നിരീക്ഷണത്തിൽ അതുപോലെ തന്നെ നിയന്ത്രണത്തിൽ ഭരണകൂടത്തിൻ്റെ നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലും ഭരണകൂടമെന്ന് ഞാൻ പറയുമ്പോൾ ആ ഭരണകൂടവും അതോടൊട്ട് നിൽക്കുന്ന RSS സംഘപരിവാറിനാൽ അവരുടെ സോഷ്യൽ മീഡിയ വാർ ഗ്രൂപ്പ് എന്തോ ഒരു പേര് പറയുന്നുണ്ട്. അപ്പം സോഷ്യൽ മീഡിയ വാരിയേഴ്സ്, അപ്പോൾ അവരുടെയൊക്കെ തന്നെ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലും കഴിയേണ്ട ഒരു സാഹചര്യം. ജനാധിപത്യത്തിൻ്റെ കോർ അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ജീവാത്മാവെന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള നട്ടൽ എന്ന് പറയുന്നത് റൈറ്റ് ടു ഡിസെൻറ്റ് എന്നുള്ളതാണ്, റൈറ്റ് ടു ഡിഫർ എന്നുള്ളതാണ്, റൈറ്റ് ടു എക്സ്പ്രസ് യുവർ ഒപ്പീനിയൻ എന്നുള്ളതാണ്. അതിനെ കംപ്ലീറ്റ് എടുത്തു കളയുന്ന അതിനെ അങ്ങനെ ഒരു ഡിസെൻറ്റ് അല്ലെങ്കിൽ ഡിഫർ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ക്രിട്ടിസൈസ്, ഇത് നമ്മൾ അഭിപ്രായം പറയുകയോ വിമർശിക്കുകയോ എതിർക്കുകയോ ഒക്കെ ചെയ്താൽ തന്നെ ഉടൻ തന്നെ ദേശദ്രോഹി എന്നുള്ള പട്ടം നൽകുക മാത്രമല്ല പല വിധത്തിലുള്ള അതിശക്തമായ സെക്ഷനുകൾ ചേർത്തുകൊണ്ടുള്ള കേസുകൾ ഫയൽ ചെയ്തതാണ്. അപ്പം അത്തരമൊരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഫാസിസത്തിൻ്റെ ദിനം പ്രതിയുള്ള പുരോഗതി തീർച്ചയായിട്ടും കാണുന്നു എന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നത്തെ ഈ വനിതാ സംഗമം നടന്നിരിക്കുന്നത്. സാധാരണക്കാരായ ആൾക്കാരെയും സ്വാധീനിക്കുന്ന ഒരു കലയാണ് സിനിമ. സിനിമയുടെ കാര്യങ്ങൾക്ക് പോലും ഇപ്പോൾ സെൻസർ ബോർഡിൻ്റെയൊക്കെ ഇടപെടൽ വരുന്നു. ആ ഇടപെടൽ ശരിവെക്കുന്ന ഹൈക്കോടതി വിധി വരുന്നു. അടിയറവ് വയ്ക്കുന്നൊരവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. ഇത് വളരെ ഗുരുതരമായ ഒരവസ്ഥയല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ 4 നെടുന്തൂണുകൾ എന്നാണ് പറയുന്നത്. ആ ജനാധിപത്യത്തിന് അതായത് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ആൻഡ് ദി പ്രസ്, ഈ 4 നെടുന്തൂണുകളിലും ചെതിലുകളെ പോലെ RSS സംഘപരിവാർ അരിച്ചു കയറി അതിനെ വീക്കൺ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഭയാനകമായ ഒരവസ്ഥയാണ്. ജനാധിപത്യ മതേതര രാജ്യത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം പ്രതിസന്ധിയും അത് അങ്ങേയറ്റം നിർണായകവും അങ്ങേയറ്റം ക്രൂഷ്യലായിട്ടുള്ള ഒരു പീരീഡാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ജുഡീഷ്യറിയെയും അതുപോലെ തന്നെ എല്ലാ ഏജൻസികൾ, വെദർ ഇറ്റ് ഈസ് ED, IT ഓർ CBI, അതുപോലുള്ള ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ്, ഇതിനെയൊക്കെ തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ട് എന്തിനേറെ ഇലക്ഷൻ കമ്മീഷൻ, ആ ഇലക്ഷൻ കമ്മീഷൻ ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ഏറ്റവും നീതിപൂർവമായി നടത്തേണ്ട ഒരു കമ്മീഷനാണത്. ആ കമ്മീഷൻ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഓഫ് ഇലക്ടറൽ റോൾസ് എന്ന് പറഞ്ഞ് ബീഹാറിൽ ആരംഭിക്കുകയാണ്. ഇപ്പോൾ രാജ്യം മുഴുവനും വ്യാപിപ്പിക്കുന്ന ഒരു ഏർപ്പാടാണ്. അപ്പോൾ അവിടെ സത്യത്തിൽ നമ്മൾ ഇത് പരിശോധിച്ചാൽ എന്താ കാണാൻ സാധിക്കും? ഇലക്ഷൻ കമ്മീഷൻ്റെ അധികാര പരിധിക്കപ്പുറത്തേക്ക് അതിനെ വലിച്ച് ഇഴച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ആര് കൊണ്ടുപോകുന്നു? ഇന്ന് രാജ്യം ഭരിക്കുന്ന ഫാസിസ്റ്റ് ഗവൺമെൻറ് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതൊരു വലിയ ഒരു രാജ്യം നേരിടുന്ന, രാജ്യവും ജനങ്ങളും ഒക്കെ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി അതാണ്. അപ്പോൾ അതിനെ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ് എന്നുള്ളതാണ് അതിൽ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇന്നലെ സംസ്ഥാന അധ്യക്ഷൻ, BJPയുടെ അധ്യക്ഷൻ, അദ്ദേഹം പറഞ്ഞത് എല്ലാ വാർഡുകളിലും നിർബന്ധമായിട്ടും നമ്മളുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടാവണമെന്നാണ്. കേരളത്തിൽ BJP ക്ലച്ച് പിടിക്കാത്തൊരു പാർട്ടിയാണ്. എങ്കിൽ പോലും ഈ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു നീക്കം അപകടകരമല്ലേ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ?
ഇപ്പോഴും നമ്മുടേതൊരു ജനാധിപത്യ രാജ്യമാണ്. ഫാസിസ്റ്റ് ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന അവർ എല്ലാവിധത്തിലും ആ ഫാസിസമാക്കി രാജ്യത്തെ ഫാസിസ്റ്റ് ഐഡിയോളജിയിലേക്ക് കൊണ്ടുപോകാൻ എങ്കിലും ഇപ്പോഴും ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അതിനെ നമ്മൾ ഇങ്ങനെ വളരെ പോരാട്ടങ്ങളിലൂടെ ഇപ്പോഴും നിലനിർത്തുകയാണ്. അങ്ങനെയുള്ളൊരു ജനാധിപത്യ രാജ്യത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളത് എല്ലാ പാർട്ടികളുടെയും അവകാശമാണ്. അതുകൊണ്ട് അവർ മത്സരിക്കാൻ പാടില്ല എന്നോ അങ്ങനെ പറയാൻ നിലപാടെടുക്കാൻ നമുക്ക് സാധിക്കില്ല. നമുക്ക് ഈ നമ്മുടെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന BJPയെ സംബന്ധിച്ച് RSSനെ സംബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ അവർ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടനയിൽ വി ദ പീപ്പിൾ എന്ന് തുടങ്ങുന്ന നമ്മുടെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന മുഴുവൻ മനുഷ്യരും അതുകൊണ്ട് തന്നെ അതിനെതിരായി നിൽക്കുന്ന ഈ ഫാസിസ്റ്റ് ശക്തികളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. അതിൽ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ രീതിയിൽ പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ പുതിയ BJP അധ്യക്ഷൻ കേരളത്തിൽ വന്ന ശേഷം മുൻകാലങ്ങളിൽ ഇല്ലാത്തതിനേക്കാളൊക്കെ ചില ഇടപെടലുണ്ടായിട്ടുണ്ട്. അതിനെ എങ്ങനെയാണ് മാഡം നോക്കി കാണുന്നത്? ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് അങ്ങനെ കൂടുതലായി ചർച്ച ചെയ്യേണ്ട ഒന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പരിഗണിക്കപ്പെടേണ്ട കാര്യമേ എല്ലാം തോന്നുന്നു. പരിഗണിക്കപ്പെടേണ്ടത് ഞാൻ പറഞ്ഞുവല്ലോ, BJP എന്ന് പറയുന്ന പാർട്ടി RSSൻ്റെ ഐഡിയോളജി വെച്ച് പുലർത്തുന്ന RSS ഐഡിയോളജി എന്ന് പറഞ്ഞാൽ അത് മനുവാദി ഐഡിയോളജിയാണ്. അത് ഇന്ത്യൻ ഭരണഘടനയെ പൂർണ്ണമായും നിഷേധിക്കുന്ന ഒന്നാണ്. അത്തരം ഒരു പാർട്ടിയെ മത്സരിക്കുമ്പോൾ ആ പാർട്ടിയെ പരാജയപ്പെടുത്തുക എന്നുള്ളത്, അത് ആ ഐഡിയോളജിയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്കായിട്ട് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആ ഒരു ദൗത്യമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഈ സംസ്ഥാനത്തെ ജനങ്ങൾ നിർവഹിക്കാൻ പോകുന്നത്. അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. നമ്മുടെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ പാഠ്യപദ്ധതിയിലായാലും കരിക്കുലത്തിലായാലും ഈ ഉപകഥകളും സാരോപദേശ കഥകളും ഒക്കെ തന്നെ പഠിക്കേണ്ടി വരുന്നൊരു ഗതികേടിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ മാറുന്നുണ്ട്. മാഡം മുമ്പ് പറഞ്ഞ പോലെ തന്നെ മനുസ്മൃതി ആ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഭരണഘടന ഒരു അംബേദ്കറുടെ ചിത്രം മാത്രമായിട്ട് അവശേഷിക്കും, ബാക്കി ഇല്ലാതെ പോകുന്നൊരവസ്ഥയുണ്ടല്ലോ. ആ അംബേദ്കർ ചിത്രം സത്യത്തിൽ ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ട് നേടുക എന്ന ലക്ഷ്യം മാത്രം. അതല്ലാതെ അംബേദ്കറെ ബഹുമാനിക്കുന്നു, അംഗീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല. അംബേദ്കറെ റെസ്പെക്റ്റ് ചെയ്യുന്നുവെങ്കിൽ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ വിവിധ നേതാക്കൾ ചേർന്ന് തയ്യാറാക്കിയ ഭരണഘടനയെ മാനിക്കേണ്ടതാണ്. അതിനെ മാനിക്കുന്നില്ല. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇപ്പം ഇത് പറയുമ്പോൾ തന്നെ സൂചിപ്പിക്കേണ്ടത് ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ സമീപകാലത്ത് നടന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ വഖഫ് നിയമം. ആ വഖഫ് നിയമം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ബേസിക് ആയിട്ടുള്ള പല മൂല്യങ്ങളെയും ഇല്ലാതാക്കുന്നതാണ് ആ നിയമം. അത് നമ്മുടെ ഏത് മതത്തിലും വിശ്വസിക്കുന്ന മതത്തിൻ്റെ പ്രചാരണം നടത്തുന്നതിനുള്ള, ആരാധന നടത്തുന്നതിനുള്ള, അതിൻ്റെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള, ഇങ്ങനെ പല ആർട്ടിക്കിളുകളും, ഭരണഘടനയിലെ പല ആർട്ടിക്കിളും കംപ്ലീറ്റായിട്ട് അതിനെ വയലേറ്റ് ചെയ്യുന്ന, അതിനെ റദ്ദ് ചെയ്യുന്ന രീതിയിലുള്ളതാണ് ചെയ്യുന്ന ഒന്നാണ് ഈ വഖഫ് നിയമം എന്ന് പറഞ്ഞാൽ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇത് അർത്ഥമാക്കുന്ന ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന ഏറ്റവും വലിയ ഒരു കടന്നാക്രമണം ആണെന്നാണ്. അതിനേക്കാൾ വലിയ ഒന്നാണ് ഈ രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി പറയുകയാണ്, ഇപ്പോൾ സെക്യുലറിസം എന്നുള്ളത് ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രിയാമ്പിളിൽ നേരത്തെ ഇല്ല, അത് വെക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. RSSൻ്റെ ഓൾ ഇന്ത്യ ലീഡർ പറയുന്നു ഈ രാജ്യം ഒരു സെക്യുലർ രാജ്യമാവാൻ സാധിക്കില്ല, നിലനിൽക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും ഉന്നതമായ പദവിയിലിരിക്കുന്ന ഉപരാഷ്ട്രപതിയെ പോലുള്ള ഒരു പദവിയിലിരുന്നു കൊണ്ട് ഒരു BJP നേതാവ് അല്ലെങ്കിൽ RSS നേതാവ് ഇങ്ങനെ പറയുക എന്ന് പറയുന്നത്, അതിനെ RSS നേതൃത്വമോ അല്ലെങ്കിൽ BJP നേതൃത്വമോ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ രാഷ്ട്രപതിയോ ഒന്നും തന്നെ അതിനെ എതിരായി അല്ലെങ്കിൽ അതിനെ ഖണ്ഡിക്കാതിരിക്കുക എന്നുള്ളതോ ഒക്കെ തന്നെ വലിയൊരു അപകടത്തിലേക്കുള്ള വിരൽ ചൂണ്ടുന്ന ഒന്നാണ്. ഇതിനെ നമ്മൾ കാണേണ്ടതുണ്ട് ആ രീതിയിൽ, ഗൗരവമായി തന്നെ കാണേണ്ടത്. തീർച്ചയായിട്ടും രാജ്യത്തെ സംഘപരിവാർ ശക്തികൾ RSSകളൊക്കെ വളരുന്നതിന് ഒരു വളക്കൂറായ മണ്ണൊരുക്കിയത് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ബലക്കുറവാണെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതിരോധത്തിൻ്റെ ഒരു പവർ കുറഞ്ഞത് കൊണ്ടാണോ? അങ്ങനെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നാട്ടിൻപുറത്ത് പോലും ഈ പറഞ്ഞ പോലെ സംഘപരിവാർ പിള്ളേർ ഉണ്ടാകുന്നെല്ലാം DYFI പിള്ളേരാണ് പിന്നീട് BJP ആയിട്ട് മാറുന്നത്.
ഇടതുമുന്നണിയുടെ ഒരു പൊതു സ്വഭാവം കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ നിന്നൊക്കെ മാറുന്നൊരു കോർപ്പറേറ്റ് സ്വഭാവത്തിലേക്ക് മാറുന്നുണ്ട്, രാജ്യത്തായാലും കേരളത്തിലായാലും. കേരളത്തിലും രാജ്യത്തെല്ലാം അത്തരത്തിലൊരു ട്രെൻഡുണ്ട് എന്ന് പറയുന്നതിനോട് പൂർണ്ണമായി ഞാൻ വിയോജിക്കുകയാണ്. ഒരു കാര്യം തുടക്കത്തിൽ പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഈ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിലെ പ്രധാന പ്രതിപക്ഷമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കാലഘട്ടത്തിൽ നിരവധി നിയമങ്ങൾ ഈ രാജ്യത്തിലെ കർഷകർക്ക് വേണ്ടിയായിരുന്നാലും തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നാലും അതുപോലെ തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടായിരുന്നാലും ഒക്കെ തന്നെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഭരണഘടനയിൽ പറയുന്ന അവകാശങ്ങൾ ഉറപ്പാക്കുന്ന രീതിയിലുള്ള പല നിയമങ്ങളും ആ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന ഒരു ഇതാണ്. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക്, ഈ രാജ്യത്തിൻ്റെ വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള ആ സ്റ്റേറ്റിൻ്റെ വളർച്ചയ്ക്ക്, അത് ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുൻനിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒന്നാണ്. അപ്പോൾ തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അന്നുണ്ടായിരുന്ന പ്രധാന പ്രതിപക്ഷമായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നീട് അങ്ങോട്ട് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പാർട്ടി പിളരുകയും പിന്നീട് അങ്ങോട്ട് ഇന്ന് രാജ്യത്ത് നിരവധി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്, ചെറുതും വലുതുമായ കുറേ പാർട്ടികളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഇന്ത്യൻ ജനത നേരിടുന്ന ഇന്ത്യയുടെ ഭരണഘടന നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായ ഹിന്ദുത്വ ഫാസിസത്തെ, മനുവാദി ഫാസിസത്തെ നേരിട്ട് പരാജയപ്പെടുത്തണമെങ്കിൽ അത് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റുകാർ ഒന്നിച്ചു നിന്നുകൊണ്ട് ആ ഐഡിയോളജി തീർച്ചയായിട്ടും അതാണ് ഫാസിസത്തെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. എന്നാൽ അതുമാത്രമല്ല, അതുകൊണ്ടാണ് ഞങ്ങളുടെ CPI എന്ന പാർട്ടി അതിൻ്റെ കഴിഞ്ഞ കാല 2 കോൺഗ്രസ്സുകളിലും 23ാമത് കോൺഗ്രസ്സിലും 24ാമത് കോൺഗ്രസ്സിലും ഞങ്ങളുടെ പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞത്, ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പുനരേകീകരണം എന്നുള്ളത്, അതും തത്വാധിഷ്ഠിതമായ ഒരു പുനരേകീകരണം എന്നുള്ള കാര്യം ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു. ഇപ്പോഴും ഞങ്ങളത് ആവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ മതേതര ജനാധിപത്യ പാർട്ടികൾ മാത്രമല്ല, പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ വ്യക്തികളും ഒക്കെ തന്നെ ഒരുമിച്ച് നിൽക്കണം എന്തിനു വേണ്ടി? ഈ ഫാസിസത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങളെയും ഈ രാജ്യത്തെ ജനങ്ങളെയും രക്ഷിക്കുന്നതിന് വേണ്ടി ഒന്നിക്കണം എന്ന് പറഞ്ഞാൽ, അതൊക്കെയാണ് ഇന്ത്യ ബ്ലോക്കിലെ ഫോർമേഷനിലേക്കൊക്കെ പോയി. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പം സ്വാഭാവികമായും ഇടത് മതേതര ജനാധിപത്യ പാർട്ടികൾ വീക്കനാകുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി അത് ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് ശക്തികൾക്ക് വളരാൻ ഉണ്ടാക്കും. അത് എല്ലാവരും മനസ്സിലാക്കി അതിനെ തടുക്കുന്നതിന് എല്ലാവരും പരിശ്രമിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ ഇന്നത്തെ ഒരു രാജ്യത്തിൻ്റെ സ്ഥിതിയിൽ, രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനേറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കേണ്ടത് ഇടതുപക്ഷം പ്രവർത്തിക്കണം. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് പാൻ ഇന്ത്യ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ്സിനൊരു വലിയ ഉത്തരവാദിത്വമുണ്ട് ആ ഒരു കാര്യം. ഇപ്പം നിങ്ങൾ കേരളം എന്നിങ്ങനെ പറയുമ്പോൾ ഇത് രാജ്യത്തെ മുഴുവനും ബാധിക്കുന്ന, രാജ്യത്തെ ആകെ തന്നെ, നമ്മൾ ഏതെങ്കിലും ഒരു പോക്കറ്റ് വെച്ച് ആ പോക്കറ്റിനെ എങ്ങനെ എന്നുള്ളതല്ല, ഈ രാജ്യത്തെ ജനങ്ങളെയും സംരക്ഷിക്കുക, അവരെ ഫാസിസത്തിൽ നിന്നും സംരക്ഷിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. അതിന് എല്ലാ ശക്തികളും, ഈ പറയപ്പെട്ട മതേതര ജനാധിപത്യ പാർട്ടികളും പ്രസ്ഥാനങ്ങളും വ്യക്തികളും ഒക്കെ തന്നെ ഒരുമിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത്. രാജ്യത്തെ സ്ത്രീകളുടെ പ്രശ്നത്തിലേക്ക് വരുമ്പോഴും നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ ഈ സംഘപരിവാര സംഘപരിവാര രാഷ്ട്രീയത്തിൻ്റെ നീക്കങ്ങളൊക്കെ തന്നെ ഒരു പരിധിവരെ സ്ത്രീകളെയും കുട്ടികളെയുമാണ് ബാധിക്കുന്നത്, അല്ലെ അവരെയാണ് കൂടുതൽ പ്രയാസപ്പെടുന്നത്. അത്തരം കാര്യങ്ങളെ എങ്ങനെയാണ് വേണ്ടത് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഇത് വലിയൊരു ചോദ്യം തന്നെയാണിത്. ഇന്ത്യയിലെ സ്ത്രീകൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. ആ ഭയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 78 വർഷമായി ഇന്ത്യയിലെ സ്ത്രീകൾ പലപ്പോഴായി പല തിന്മകൾക്കെതിരായും പല അനീതികൾക്കെതിരായും പോരാടി ജീവൻ തന്നെ ഒരുപാട് സ്ത്രീകൾ, ആയിരക്കണക്കിന് സ്ത്രീകൾ ജീവൻ കൊടുത്തും പോരാടിയതിൻ്റെ ഫലമായിട്ടാണ് നിരവധി സ്ത്രീപക്ഷ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഭരണഘടനാവകാശങ്ങൾ സംരക്ഷിക്കുന്ന, ഉറപ്പുവരുത്തുന്ന പല നിയമങ്ങളും ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത്.
എന്നാൽ ആ നിയമങ്ങളെ മുഴുവൻ ഒറ്റയടിക്ക് അതിൻ്റെ കടലാസിൻ്റെ വില പോലും ഇല്ലാതാക്കിയ ഒരു സംഭവമാണ് റെമിഷൻ. എന്ന് പറഞ്ഞാൽ ബിൽക്കിസ് ബാനുവിൻ്റെ കുറ്റവാളികൾ, ആ കുറ്റവാളികൾ എന്ന് പറഞ്ഞാൽ അവർ എന്തെങ്കിലും മോഷണം നടത്തിയവരല്ല. ആ കുറ്റവാളികളെന്ന് പറഞ്ഞാൽ അവർ സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്യുകയും അതുപോലെ തന്നെ കൊല ചെയ്യുകയും ചെയ്ത കുറ്റവാളികളാണ്. അവർ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ കോടതി അവർ കുറ്റവാളികളാണെന്ന് വിധിക്കുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നവരായിരുന്നു. ഈ രാജ്യത്തിൻ്റെ 75ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന അന്ന് പ്രധാനമന്ത്രി റെഡ് ഫോർട്ടിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഈ രാജ്യത്തിലെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ എൻ്റെ മനസ്സ് വേദനിക്കുകയാണ്, ഞാൻ ഇവിടെ നിന്ന് പറയേണ്ടി വരികയാണ്. അതുകൊണ്ട് ഇത് അധികരണങ്ങൾ കൊടുത്തുകൊണ്ടാണ് അവരെ പുറത്താക്കിയത്, ജയിലിന് മോചിപ്പിച്ചത്. വാട്ട് ഡസ് ഇറ്റ് മീൻ? അതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ കാലം അത്രയും പോരാട്ടങ്ങളിലൂടെ, ജീവത്യാഗത്തിലൂടെ, അതുപോലെ അടിച്ചമർത്തലുകൾ നേരിട്ടുകൊണ്ട് സ്ത്രീകൾ നേടിയെടുത്ത മുഴുവൻ നിയമങ്ങളും ഒറ്റ ഒരു റെമിഷൻ കൊണ്ട് കടലാസിൻ്റെ വില പോലും ഇല്ലാതായ ഒരു സാഹചര്യമുണ്ട്. നമ്മൾ വേറൊന്ന് കാണണം. ആ റെമിഷൻ അതൊരു ഭാഗത്ത്. മറൊരു ഭാഗത്ത് എന്താണ്? ഈ രാജ്യത്തിന് വേണ്ടി ഏറ്റവും ലോകത്തിൻ്റെ നെറുകയിൽ രാജ്യത്തിൻ്റെ പേരുകൊണ്ട് ചെന്നെത്തിച്ച രാജ്യത്തിൻ്റെ ദേശീയ പതാക, അത് ലോകത്തിൻ്റെ നെറുകയിൽ ഉയർത്തിപ്പിടിച്ച ഗുസ്തി താരങ്ങളുണ്ട്, സ്പോർട്സ് താരങ്ങളുണ്ട്, കായിക താരങ്ങളുണ്ട്. ആ പെൺകുട്ടികൾ അവരനുഭവിച്ചു കൊണ്ടിരുന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് അതാര് നടത്തിയത്? ആ കായിക വിഭാഗത്തിൻ്റെ പ്രസിഡന്റ്, അധ്യക്ഷനാണ് അതിൽ കുറ്റാരോപിതൻ. ആ അധ്യക്ഷൻ ആരാണ്? ചോട്ടാമോട്ട ആളല്ല. അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് നിയമനിർമ്മാണ ബോഡിയിലെ മെമ്പറാണ്, പാർലമെൻറ്റ് മെമ്പറാണ്. ആ പാർലമെൻറ്റ് മെമ്പറെ അവിടെ കൂടെ ഇരുത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യത്തെ സ്ത്രീകൾ അവരായിരിക്കും വിമൻ ലെഡ് ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണ് അത് സൂചിപ്പിക്കുന്നത്? അത് സൂചിപ്പിക്കുന്നത് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർക്കെതിരായി എന്തെല്ലാം അതിക്രമങ്ങൾ നടന്നാലും അതൊരു വിഷയമല്ല എന്ന സൂചന ഇൻഡയറക്റ്റായി പ്രധാനമന്ത്രി നൽകുന്നു എന്നുള്ളതല്ലേ അതിൽ നിന്ന് സൂചിപ്പിക്കുന്നത്. അല്ല എങ്കിൽ സ്ത്രീകളുടെ ഡിഗ്നിറ്റി, സ്ത്രീകളുടെ കോൺട്രിബ്യൂഷൻ ടു നാഷൻ ബിൽഡിംഗ്, ഈ രാജ്യത്തിൻ്റെ നിർമ്മാണത്തിൽ, രാജ്യത്തിൻ്റെ സൃഷ്ടിയിൽ, രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തത്തെ അക്നോളജ് ചെയ്യുന്നുവെങ്കിൽ, അംഗീകരിക്കുന്നുവെങ്കിൽ, സ്ത്രീകൾക്കും അവരുടെ ഡിഗ്നിറ്റി ഉണ്ട് എന്നും അവരും ഈ രാജ്യത്തെ ഈക്വൽ സിറ്റിസൺ ആണ് എന്നും വിശ്വസിക്കുന്നുവെങ്കിൽ, അങ്ങനെയാണ് എങ്കിൽ പ്രധാനമന്ത്രി പറയേണ്ട ഇദ്ദേഹത്തോട്, ഈ ബ്രിജുഭൂഷണോട്, നിങ്ങൾ രാജിവെച്ച് മാറി നിൽക്കണമെന്ന് പറയേണ്ടത്. അത് പറയാതെ ഈ ബ്രിജുഭൂഷണെ കൂടെ ഇരുത്തിക്കൊണ്ടാണ് രാജ്യത്തിൻ്റെ വനിതാ സംവരണ ബില്ല് പാസ്സാക്കുന്നത്. നിങ്ങൾ നോക്കുക അതിൻ്റെ ഒരു ഐറണി. ആ ബില്ല് പാസ്സാക്കിയത് എങ്ങനെ? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പ്രധാനമന്ത്രിക്ക് അവബോധം ഉണ്ടായത് കൊണ്ടാണോ? അല്ല. NFIW, എനിക്ക് ഏറെ അഭിമാനത്തോടെ ഞാൻ പറയാൻ സാധിക്കും, ദേശീയ മഹിളാ ഫെഡറേഷൻ എന്ന ഞങ്ങളുടെ സംഘടന, ആ സംഘടന സുപ്രീം കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്തിരുന്നു കേന്ദ്ര സർക്കാരിനെതിരെ ഈ നിയമം കൊണ്ടുവരാത്തതുമായി സംബന്ധിച്ച്. ആ കേസിൻ്റെ വിചാരണ വേളയിൽ കോടതി ആവശ്യപ്പെട്ടു, നിങ്ങളിതിൽ റിപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞിട്ട് അത് അംഗീകരിക്കാതിരുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനോട്, നരേന്ദ്രമോദി ഗവൺമെൻറ്റിനോട്, നിങ്ങൾക്കെതിരായ ഒരു ഉത്തരവിറക്കാൻ ഞങ്ങൾ മടിക്കില്ല എന്ന് കോടതി വളരെ രൂക്ഷമായി മൂന്നാമത്തെ ഹിയറിങ്ങിൽ പറഞ്ഞ അന്ന് വൈകുന്നേരമാണ് മാധ്യമങ്ങൾ പറയാൻ തുടങ്ങിയത് പുതിയ പാർലമെൻറ്റിൻ്റെ ഇനാഗുറേഷൻ ഉണ്ടാകും, ആ പുതിയ പാർലമെൻറ്റിൽ ഏറ്റവും ആദ്യം കൊണ്ടുവരാൻ പോകുന്ന വനിതാ സംവരണ ബില്ലായിരിക്കുന്നു. അതുപോലെ സംഭവിച്ചു. അത് ദേശീയ മഹിളാ ഫെഡറേഷൻ്റെ ആ ഒറ്റ സുപ്രീം കോടതിയിലെ പെറ്റീഷൻ്റെ ഫലമായാണ്, കോടതിയെ ഭയന്ന് ചെയ്തതാണ്. 80% ഐക്യത്തോടെയെങ്കിലും നീങ്ങിയാൽ തീർച്ചയായിട്ടും ഈ ഫാസിസ്റ്റ് ശക്തികളെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ റിസൾട്ട്